ഈ പറയുന്ന കൊടിസുനിയെ സംരക്ഷിക്കാനുള്ള ആസൂത്രിതമായ ഒരു ക്രിമിനൽ ബുദ്ധിശാലയായി ഈ മുഖ്യമന്ത്രിയുടെ ഓഫീസും പ്രവർത്തിക്കുകയാണ്. അതിന് മാധ്യമങ്ങൾക്ക് ഇത് കിട്ടാത്തതിനകത്ത് പഴിച്ചിട്ടോ മാധ്യമങ്ങൾക്കൊപ്പം ഞങ്ങൾക്കും ഒരു വീഴ്ച പറ്റിയിട്ടുണ്ടാകുമെന്ന വിശാല മനസ്സോടെ ആശാൻ ക്ഷമിക്കുകയോ ചെയ്തിട്ട് കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. അത് വളരെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണെന്ന് തോന്നുന്നു. വേണു, കാര്യം എന്താണെന്ന് ചോദിച്ചാൽ കേരളത്തിലെ ഞാൻ കരുതുന്ന ഒരു പ്രശ്നം കേരളത്തിലെ പ്രതിപക്ഷത്തിൻ്റെ ദൗർബല്യങ്ങളാണ് യഥാർത്ഥത്തിൽ കേരളത്തിലെ ഗവൺമെൻറ് മുതലെടുത്തുകൊണ്ടിരിക്കുന്നത്. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പോൾ ഇന്നലെ ഈ കൊടിസുനി പുറത്തിറങ്ങിയിട്ട് ഏതാണ്ട് 48 മണിക്കൂറിലധികം കഴിഞ്ഞു. ഇപ്പോൾ ഈ 48 മണിക്കൂർ കഴിഞ്ഞിട്ടും ഈ നടപടിയെ ചോദ്യം ചെയ്തുകൊണ്ട് കെ രമ ഒരുപക്ഷെ ജയിലിൽ അതിനാവശ്യമായിട്ടുള്ള വക്കീലുമാരെയോ കാണുന്നുണ്ടാകുമെന്നല്ലാതെ കേരളത്തിലെ പ്രതിപക്ഷം ഒന്നിച്ച് ഇത്തരം ഒരു പ്രശ്നം ഏറ്റെടുത്ത് ഇത് അങ്ങേയറ്റം നിയമവിരുദ്ധമായ ഒരു പ്രവൃത്തിയാണ് ചെയ്തുകൂടാത്തതാണ്, കേരളം പോലൊരു സംസ്ഥാനത്ത് സംഭവിച്ചുകൂടാത്തതാണ് എന്ന നിലയിൽ ഒറ്റക്കെട്ടായുള്ള ഒരു പ്രവർത്തനം അവർ സംഘടിപ്പിക്കുന്നതിൻ്റെ ലക്ഷങ്ങൾ ഒന്നും കാണാനില്ല എന്നത് വസ്തുതയാണ്. അതൊരു വളരെ പ്രധാനപ്പെട്ട പ്രശ്നമാണ്. അതൊരു പ്രതിപക്ഷത്തിൻ്റെ ഈ തരത്തിലുള്ള പോരായ്മകളെ നമ്മൾ നിസ്സാരവൽക്കരിച്ചിട്ട് കാര്യമില്ല. ഈ സൗകര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് കേരളത്തിലൊരു ഗവൺമെന്റ് ഇങ്ങനെ പ്രവർത്തിക്കാൻ കഴിയുന്നത് എന്നതാണ് വസ്തുത. ഈ PJയുടെ ഈ ഫേസ്ബുക്ക് പോസ്റ്റിലെ വാചകം ശ്രീ NV ശ്രദ്ധിച്ചില്ലേ? ഞാൻ വായിച്ചു. അതെ, എനിക്കറിഞ്ഞൂടാ. അത് പറയുമ്പോൾ അങ്ങനെ അല്ല എന്ന് പറയേണ്ടതിന് അവാസവോ അല്ലെങ്കിൽ കേരളത്തിലെ പ്രതിപക്ഷ ആളുകളാണ് ഞങ്ങളിങ്ങനെ സൗകര്യങ്ങൾ PJയോട് ചോദിച്ചിട്ടില്ല, PJ ഞങ്ങൾക്ക് അങ്ങനെ ഒരു സൗകര്യവും തന്നിട്ടില്ല എങ്കിൽ അത് കൃത്യമായി പറയണം. പക്ഷേ നമ്മുടെ രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഇതൊക്കെ ഇങ്ങനെയാണ്. നമ്മൾ തമ്മിൽ ഇങ്ങനെ ചർച്ചയും കാര്യങ്ങളൊക്കെ നടക്കുമെങ്കിലും വേണ്ടിടത്ത് വേണ്ട പോലെ കണ്ട് തങ്ങളുടെ കാര്യങ്ങൾ നേടിയെടുത്തു പോകുക, ഒരു അഡ്ജസ്റ്റ്മെന്റിന്റെ ഭാഗമായി ഇത്തരം കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു രീതി എങ്ങനെയൊക്കെയോ നമ്മുടെ രാഷ്ട്രീയ രംഗത്തോട്ട്. നിങ്ങൾ നോക്കൂ, റെജി ലൂക്കോസ് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്താ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഞങ്ങൾ കൊന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കൊന്നിട്ടുണ്ട്. ഈ അങ്ങോട്ടും ഇങ്ങോട്ടും കൊന്നതിന്റെ കഥയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. റെജി ലൂക്കോസ് ഒക്കെ സംസാരിക്കുമ്പോൾ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വേണ്ടിയോ അല്ലെങ്കിൽ ഒരു ഇടതുപക്ഷ രാഷ്ട്രീയത്തിന് വേണ്ടിയോ ആണ് ഞാൻ സംസാരിക്കുന്നത് എന്നുള്ള വല്ല ബോധവും അദ്ദേഹത്തിനുണ്ടോന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ ചോദിക്കുന്നത് കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ വലതുപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളോ അല്ലെങ്കിൽ അതുപോലുള്ള ഫാസിസ്റ്റ് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളോ നടത്തുന്ന കാര്യങ്ങൾ അതേപോലെ നടത്തുകയും അതുകൊണ്ട് അവരത് നടത്തുന്നുണ്ട് എന്നതുകൊണ്ട് ഞങ്ങൾക്കത് നടത്താനുള്ള ആനുകൂല്യമുണ്ട് എന്ന് പറയുകയും ചെയ്യുന്ന രാഷ്ട്രീയ പ്രവർത്തനത്തെ നിങ്ങൾ എങ്ങനെയാണ് ഒരു ഇടതുപക്ഷ രാഷ്ട്രീയം എന്ന് പേരിട്ട് വിളിക്കുക? ഒന്ന് അതാണ്. ഈ നിലയിലാണ് എല്ലാ കാര്യങ്ങളും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പങ്കുവെച്ച് ഈ കാര്യങ്ങൾ നടത്തി പോകുന്നു. അതിനപ്പുറത്തോട്ടൊരു ജനകീയമായ ഒരു മുന്നേറ്റം ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് കഴിയുന്നില്ല എന്നതാണ് വസ്തുത. ഈ കാര്യങ്ങൾ തന്നെ പരിശോധിച്ചാൽ നോക്ക്. റെജി ലൂക്കോസ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മനുഷ്യാവകാശ കമ്മീഷനാണ്, അത് അങ്ങനെ ചെയ്താൽ ഞങ്ങൾ എന്ത് ചെയ്യാം, ഞങ്ങൾക്ക് അതിൽ എന്താ റോള് എന്നൊക്കെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. നമ്മുടെ നാട്ടിലെ കണ്ണ് കീറിയ മനുഷ്യന്മാർക്കൊക്കെ കാര്യങ്ങൾ മനസ്സിലാവുമല്ലോ. ഈ കൊടിസുനിയുടെ അമ്മയ്ക്ക് അറിയാവോ മനുഷ്യാവകാശ കമ്മീഷൻ എന്ന് പറയുന്ന ഒരു സംവിധാനം നാട്ടിലുണ്ട്? അവരൊരു പക്ഷേ ഈ കാര്യത്തിൽ അറിയാവോ? ഇതൊക്കെ CPM നടത്തിക്കൊണ്ടിരിക്കുന്ന ആസൂത്രിതമായ ഒരു ഇടപെടലിന്റെ ഭാഗമാണെന്ന് ആർക്കാണ് അറിയാത്തത്? ഇന്ന് മാത്രമല്ല, മാധ്യമങ്ങളോട് സംസാരിച്ചു ഈ അമ്മയും സഹോദരിയും വന്നിട്ട്. അതെ, ഭയങ്കരമായ അനാരോഗ്യമാണ്, ശ്വാസ തടസ്സമുണ്ട്, മകനെ കാണണമെന്നൊക്കെയാണ് പറയുന്നത്. ഇതൊക്കെ എന്തൊരു തട്ടിപ്പാണ്. ഒന്നാമത് നല്ല ആരോഗ്യവതിയായി അവരിയ്ക്കട്ടെ. പിന്നെ ഇനി ആ ഘട്ടത്തിൽ ഈ പറയുന്ന അങ്ങ് പറഞ്ഞതുപോലെ പാർട്ടി ഇറക്കിയിരിക്കുന്നതാണ് ഇതെല്ലാം എന്നുള്ളതിനകത്ത് ഒരു തർക്കവും വേണ്ട. ഇനി ഈ പറയുന്ന മകനും അമ്മയും കൂടെ എങ്ങനെയാണ്? അമ്മ കണ്ണൂരിലും മകൻ വയനാട്ടിൽ വരുന്ന തൃക്കണ്ണുകൊണ്ട് കാണുന്നു അല്ലെ? എങ്ങനെയാണ് ഈ കൂടിക്കാഴ്ച? അതാണ് ഞാൻ പറയാൻ പോയത്. ഞാൻ റെജി ലൂക്കോസ് ഒന്ന് അന്വേഷിച്ച് നോക്കേണ്ടത്. 48 മണിക്കൂറിലധികമായല്ലോ ഈ കൊടിസുനി പുറത്തിറങ്ങിയിട്ട്. ഒരു ദിവസം അദ്ദേഹം വീട്ടിൽ പോയിട്ടുണ്ടെന്ന് പറയാൻ പറ്റും. ഇനിയിപ്പോൾ ഈ 30 ദിവസം പരോൾ അദ്ദേഹം പുറത്തിരുന്നാൽ ഒരു ദിവസമെങ്കിലും അദ്ദേഹത്തിന്റെ അമ്മയെ പോയി നോക്കും എന്ന് നിങ്ങൾ കരുതുന്നുണ്ട്? പിന്നെ മനുഷ്യാവകാശ കമ്മീഷനോട് പറഞ്ഞിരിക്കുന്ന വിചിത്രമായ ഒരു വാദം കേട്ടോണം. ഈ അമ്മ പറഞ്ഞിരിക്കുന്നത് അവൻ പുറത്തിറങ്ങിയാൽ മര്യാദക്കാരനായിട്ടിരിക്കും, ഇനി അഥവാ അവൻ എന്തെങ്കിലും കുഴപ്പം ചെയ്താൽ അതിന്റെ മുഴുവൻ ഉത്തരവാദിത്വം ഞാൻ ഏറ്റെടുക്കും. ഇതെന്ത് വാദമാണ്? ഇതൊക്കെ എന്ത് വെള്ളരിക്കപ്പെട്ടണമാണോ? ഇത് ഞാൻ ഏറ്റെടുക്കുമെന്ന് ഒരു അമ്മ വന്ന് പറഞ്ഞാൽ ഉടനെ അതിന്റെ അടിസ്ഥാനത്തിൽ ജയിൽ DGP പറയണോ അമ്മ ഏറ്റെടുത്തിട്ടുണ്ടല്ലോ എന്നാ പിന്നെ മകനെ അങ്ങ് തുറന്നു വിടാമെന്ന്? ഈ ജയിൽ DGPക്ക് നാണമുണ്ടോ ശ്രീ NV? ഈ പറയുന്ന അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകരെ ഇടിച്ചിട്ട് അവിടെ നിന്ന് ഈ പറയുന്ന വിയൂരിൽ നിന്ന് തവനൂരിലെ ജയിലിലേക്ക് മാറ്റേണ്ടി വരുന്ന ഒരാൾ അല്ലേ? ആണല്ലോ ഇയാൾ. ഈ പറയുന്ന കൊടിസുനിക്ക് പാദസേവ ചെയ്യുന്ന ഒരു ജയിൽ DGP ആയിട്ട് ഇദ്ദേഹം ഇങ്ങനെ ഇരിക്കുകയാണ്. ഇപ്പൊ K സുധാകരനും VD സതീശനും ഒക്കെ അവരുടെ കുട്ടികളുടെ ദേഹം നൊന്തപ്പോൾ പറഞ്ഞൊരു കാര്യമുണ്ട്. അത് നല്ല ആർജവത്തോടെയുള്ളൊരു പറച്ചിലായിട്ടാണ് നമ്മൾ ആ ഘട്ടത്തിലൊക്കെ കേട്ടത്. ഈ ഉദ്യോഗസ്ഥർ മനസ്സിലാക്കിക്കോണം എല്ലാ കാലവും പിണറായി ഇവിടെ ഭരിക്കില്ല എന്ന്. ഇപ്പൊ ഈ സുനിയെ ഇങ്ങനെ തുറന്നു വിട്ടിട്ടുണ്ടല്ലോ. അങ്ങനെ എന്തെങ്കിലും ഒരു പ്രതികരണം ഈ ജയിൽ DGPക്കെതിരെ ഇവർ ആരെങ്കിലും ചെയ്തിട്ടുണ്ടോ? നിങ്ങളുടെ ഔദ്യോഗിക വാഹനത്തിൽ നിങ്ങളുടെ ഔദ്യോഗിക വസതിയിൽ നിന്ന് നിങ്ങളുടെ ഈ ജയിൽ DGP ഇരിക്കുന്ന ആസ്ഥാന മന്ദിരത്തിലേക്ക് ഈ തൊഴിലെടുക്കാൻ പോകില്ല. നിങ്ങൾ തടയപ്പെടും.
എന്നൊരു വെല്ലുവിളി എവിടെ നിന്നെങ്കിലും ഉയർന്നോ? ഒരു ഭാഗത്തുനിന്നും അത്തരത്തിലുള്ള ഒരു പ്രശ്നം ഉണ്ടാവുന്നില്ല. ഇതിപ്പോൾ നമ്മളെ നാട്ടിലെ നമ്മൾ സാറിന് നാട്ടിൽ പറയാറില്ലേ, അരിയാഹാരം കഴിക്കുന്നവർക്കൊക്കെ അറിയാമല്ലോ, ഇത് ജയിൽ DGP, അതുപോലെ തന്നെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി, അതുപോലെ മനുഷ്യാവകാശ കമ്മീഷൻ, ഇതുപോലുള്ള ആളുകളൊക്കെ ആസൂത്രിതമായി നടത്തിയിട്ടുള്ള, ഇയാളെ പുറത്തു കൊണ്ടുവരുന്നതിന് ആസൂത്രിതമായി നടത്തിയിട്ടുള്ള ഒരു ഗൂഢാലോചനയുടെ ഭാഗമായി സംഭവിക്കുന്നതാണ്. ഈ കാര്യങ്ങളൊക്കെ ഇങ്ങനെ നടക്കാമെന്ന് കരുതി അതിനെ പ്രതിരോധിക്കാൻ കഴിയാവുന്ന രൂപത്തിലുള്ള ഒരു ഇടപെടൽ നമ്മുടെ കേരളത്തിലെ പ്രതിപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിൽ നിന്നോ അതുപോലുള്ള മേഖലകളിൽ നിന്നോ ഉണ്ടാവുന്നില്ല എന്നുള്ള വസ്തുതയാണ്. എനിക്കറിയാവുന്ന ഒരു കാര്യം ഞാൻ പറയാം. KK രമയെ പോലുള്ള ഒരു ഈ നിലയിൽ വേദനിക്കുന്ന ഒരു സ്ത്രീ, അവർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന അവരിതിൻ്റെ പുറകെ ഓടി നടക്കുകയും അവർ ഒരുപക്ഷെ കുറച്ച് ആ അഭിഭാഷകരൊക്കെ സഹായിക്കുകയും ചെയ്യുന്നുണ്ട് ഉള്ളതിനപ്പുറത്തോട്ട് ഈ കാര്യത്തിന് ഈ TP വധക്കേസുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങളിൽ പോലും മുന്നോട്ട് പോകാൻ കഴിഞ്ഞിട്ടുള്ള കേരളത്തിൻ്റെ ഒരു അനുഭവമാണ്. നമ്മൾ അവിടെ വെച്ച് ചർച്ച നടത്തണം. നമ്മളിങ്ങനെ രാഷ്ട്രീയമായി വെല്ലുവിളി നടത്തുകൊണ്ട് എന്ന് മാത്രമല്ല, ഇപ്പൊ ഈ ഹൈക്കോടതി ഇരട്ട ജീവപര്യന്തം കൊടുത്തില്ലായിരുന്നു എങ്കിൽ എന്താകുമായിരുന്നു? അതെ, അവര് വളരെ ഈസി ആയിട്ട് പുറത്തുകൂടി നടക്കുമായിരുന്നു. എന്ന് മാത്രവുമല്ല ശ്രീ NV, ഈ പറയുന്ന KK രമയ്ക്ക് നിയമസഭയിൽ എത്ര പരോൾ അനുവദിച്ചിട്ടുണ്ട് ഓരോരോ ഘട്ടങ്ങളിൽ ഈ TP കേസ് പ്രതികൾക്ക് എന്ന് ആവർത്തിച്ചുള്ള ചോദ്യത്തിന് കേരളത്തിന്റെ മറുപടി പറഞ്ഞിട്ടില്ല. മറുപടി പറഞ്ഞേ പറ്റൂ, മറുപടി പറയിച്ചേ പോകൂ എന്ന് പറയാവുന്ന രൂപത്തിലുള്ള ഇടപെടൽ പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നില്ല എന്നത് വസ്തുതയാണ്.